പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ക്രിസ്തുമസ് ആശംസകൾ നേരുന്നു. ഈ ലക്കം ആഴ്ചവട്ടം നിങ്ങളുടെ മുമ്പിലെത്തുന്നത് വികസനത്തിനും അതുപോലെ തന്നെ പുരോഗതിക്കും വേണ്ടിയുള്ള അതിബൃഹത്തായ ജനാധിപത്യ സംവാദമായി മാറിയ നവകേരള സദസ്സ് സമാപിച്ചിരിക്കുന്ന സന്ദർഭത്തിലാണ് എന്ന് നാം കാണേണ്ടതുണ്ട്. നമ്മൾ ഈ ആഴ്ച പ്രധാനമായി ഈ നവകേരള സദസ്സിനെയും അതുപോലെ രാമക്ഷേത്ര പ്രതിഷ്ഠാൻ ദിനത്തിൽ പങ്കെടുക്കാനുള്ള കോൺഗ്രസ് തീരുമാനത്തെയും കുറിച്ച് പരാമർശിച്ചു പോകണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. എല്ലാ വിധത്തിലുമുള്ള വിധ്വംസക ശക്തികളെയും മാധ്യമങ്ങളെയും അതുപോലെ ചാനൽ മുറികളിലെ സുഖവാസക്കാരെയും എല്ലാം ഏകോപിപ്പിച്ചുകൊണ്ടുള്ള കോൺഗ്രസ് BJP അട്ടിമറി നീക്കങ്ങൾ അതെല്ലാം മറികടന്നുകൊണ്ട് നവകേരള സദസ്സ് ശനിയാഴ്ച തിരുവനന്തപുരത്ത് സമാപിച്ചിരിക്കുകയാണ്. സഖാവ് കാനൻ രാജേന്ദ്രൻ്റെ CPI സംസ്ഥാന സെക്രട്ടറി ആയിരിക്കെ അന്തരിച്ച സഖാവ് കാനൻ രാജേന്ദ്രൻ്റെ വിയോഗത്തെ തുടർന്ന് മാറ്റിവെച്ച എറണാകുളം ജില്ലയിലെ ഏതാനും മണ്ഡലങ്ങളിലെ പര്യടന പരിപാടി ജനുവരി 1, 2 തീയതികൾ നടത്തുന്നതിന് സംസ്ഥാന ഗവൺമെൻറ് തീരുമാനം കൈക്കൊണ്ടിട്ടുണ്ട്. നവംബർ 18 കാസർഗോഡ് മഞ്ചേശ്വരത്ത് നിന്ന് തുടക്കമിട്ട നവകേരള സദസ്സ് 36 ദിവസം അക്ഷരാർത്ഥത്തിൽ എല്ലാ മേഖലകളെയും, കേരളത്തിലെ എല്ലാ മേഖലകളിലെയും ജനവിഭാഗങ്ങളെ എല്ലാം ആവേശഭരിതരാക്കി അണിനിരത്തിക്കൊണ്ടാണ് കടന്നുപോയത്. മലയാളികളുടെ ഹൃദയവും അതുപോലെ തന്നെ അവരുടെ മനസ്സുമെല്ലാം ഈ മഹാമുന്നേറ്റത്തെ യഥാർത്ഥത്തിൽ അനുധാവനം ചെയ്തു എന്ന് തന്നെ പറഞ്ഞാൽ അതിശയോക്തിയാവില്ല. വാഗ്ദാനങ്ങൾ പാലിക്കാനുള്ളതാണെന്ന നിശ്ചയമുള്ള ഒരു ഗവൺമെൻറ്റാണ് കേരളം ഇന്ന് ഭരിക്കുന്നത്. അങ്ങനെയുള്ള കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ് ജനങ്ങളെ കേൾക്കാനും വീഴ്ചകൾ തിരുത്താനും തയ്യാറായി എന്നതാണ് ഈ നവകേരള സദസ്സിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. പല പരാതികളിലും ഉടൻ തന്നെ പരിഹാരമുണ്ടായി എന്ന് മാധ്യമങ്ങൾക്ക് പോലും ഇന്ന് സമ്മതിക്കേണ്ടി വന്നിട്ടുണ്ട്. വലിയ തോതിലുള്ള സാമ്പത്തിക ബാധ്യത വരുന്ന സഹായങ്ങൾ പോലും ഏറ്റെടുക്കുന്ന നിലയുണ്ടായി. UDF 2011 മുതൽ 2016 വരെ ഭരിച്ച ഘട്ടത്തിൽ, കേരളം ഭരിച്ച സന്ദർഭത്തിൽ മുച്ചൂടും തകർത്ത മേഖലകളുടെ വീണ്ടെടുപ്പായിരുന്നു യഥാർത്ഥത്തിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെൻറ്റിൻ്റെ ആദ്യത്തെ കടമ എന്നുള്ളത് നമുക്ക് നല്ല നിലയിൽ അനുഭവത്തിലൂടെ ബോധ്യമായ കാര്യമാണ്. നിരുത്തരവാദപരമായ രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്ന പ്രതിപക്ഷം അത്തരം ശ്രമങ്ങളെ നിരന്തരമായി തുടർച്ചയായി ഒന്നിനു പുറകെ ഒന്നായി തുരങ്കം വെക്കുന്നതിനുള്ള നിലപാടുകളാണ് സ്വീകരിച്ചത്. പദ്ധതികൾ ഏറ്റെടുക്കാൻ സമ്പത്താണ്, കാശാണ് യഥാർത്ഥത്തിൽ പ്രധാനപ്പെട്ട ഘടകം. അത് കണ്ടെത്താൻ സ്വീകരിച്ച വഴികളിലും എല്ലാം UDFും BJPയും എല്ലാം തടസ്സങ്ങൾ സൃഷ്ടിക്കുകയാണ് ചെയ്തത്. കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാനത്തിന് അർഹമായ സഹായം അനുവദിക്കുന്നില്ലെന്ന് മാത്രമല്ല അങ്ങേയറ്റത്തെ വൈരനിര്യാതന സമീപനത്തോടെ, ബുദ്ധിയോടെ കേരളത്തോട് പെരുമാറുകയുമാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ രണ്ട് സമീപനങ്ങളെയും തുറന്നു കാട്ടാനും നവകേരള സദസ്സിന് കേരളത്തിലാകെ സാധിച്ചു എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യം തന്നെയാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ മൊത്തം GDPയേക്കാൾ കൂടുതൽ കടമെന്നാണ് IMF ഇപ്പോൾ നൽകിയിരിക്കുന്ന മുന്നറിയിപ്പ്. റിസർവ് ബാങ്കിൻ്റെ കണക്ക് പ്രകാരം തന്നെ കടം ഏറ്റവും കൂടുതൽ ഏറിയിട്ടുള്ള സംസ്ഥാനങ്ങളുണ്ട്. കടമെടുപ്പിൻ്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ മുന്നിൽ നിൽക്കുന്ന സംസ്ഥാനങ്ങളുണ്ട്. അത്തരം സംസ്ഥാനങ്ങളുടെ പട്ടികയിൽ കേരളം ഇന്നുവരെ ഇടം നേടിയിട്ടുമില്ല. പൊതുമേഖലയെ പൂർണ്ണമായി വിറ്റുതുലക്കുന്ന കേന്ദ്ര ഗവൺമെൻറ്, മോഡി സർക്കാർ വലിയ ദുരന്തമാണ് യഥാർത്ഥത്തിൽ ഇപ്പോൾ വിളിച്ചു വരുത്തുന്നത് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം ഇപ്പോൾ ഏറ്റവും അവസാനം പാർലമെൻറ്റിൽ അവതരിപ്പിച്ച് പാസാക്കിയെടുത്ത ഭേദഗതിയിലൂടെ പ്രധാനമന്ത്രിയുടെ മാത്രം തീരുമാനമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ നിയമനം എന്നുള്ളത് പരിമിതപ്പെടുകയാണ്. പോലീസ് അതുപോലെ ക്രിമിനൽ തെളിവ് നിയമങ്ങൾ
ഇതെല്ലാം മനുസ്മൃതിയുടെ അടിസ്ഥാനത്തിൽ മാറ്റിയെടുക്കുന്നതിന്, മനുസ്മൃതിയുടെ കീഴിലാക്കി മാറ്റുന്നതിനുള്ള ശ്രമങ്ങളും നടക്കുകയാണ്. അതിന് വിധേയമാക്കി മാറ്റി തീർക്കാനുള്ള ശ്രമവുമാണ് നടക്കുന്നത്. പാർലമെൻറ്റിൻ്റെ ശീതകാല സമ്മേളനത്തിൽ നിന്ന് ഇപ്പോൾ കഴിഞ്ഞ ദിവസങ്ങളിൽ 141 പാർലമെൻറ്റ് അംഗങ്ങളെയാണ് പുറത്താക്കിയിരിക്കുന്നത്. യഥാർത്ഥത്തിൽ ഇതിലൂടെ, ഇത്തരത്തിലുള്ള നടപടികളിലൂടെ, ജനാധിപത്യ വിരുദ്ധമായ നടപടികളിലൂടെ പാർലമെൻറ്റിനെ തന്നെ അങ്ങേയറ്റം പരിഹാസ്യമാക്കി തീർക്കുകയാണ് കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. ഇത്തരത്തിലുള്ള ഫാസിസ്റ്റ് നീക്കങ്ങൾക്കിടയിലാണ് ഇടതുപക്ഷത്തിൻ്റെ ആശയ പോരാട്ടങ്ങൾ രാജ്യത്ത് പ്രസക്തമാകുന്നത് എന്ന് പ്രത്യേകം നാം കാണേണ്ടതുണ്ട്. അതും ഈ നവകേരള സദസ്സിന് കേരളത്തിലെ ഗവൺമെൻറ് മുൻകൈയെടുത്ത് മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരും എല്ലാം പങ്കെടുത്തുകൊണ്ട് മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ നടത്തിയ നവകേരള സദസ്സ് നാടിനെ ബോധ്യപ്പെടുത്തുന്നതിന്, ഇത്തരം സാഹചര്യങ്ങളെല്ലാം ബോധ്യപ്പെടുത്തുന്നതിന് ഏറെ പര്യാപ്തമായി എന്നുള്ളതാണ് വസ്തുത. ഈ നവകേരള സദസ്സിൻ്റെ ഭാഗമായി എല്ലാ ദിവസവും ചേർന്നിട്ടുള്ള കാലത്ത് ചേർന്ന പ്രഭാത യോഗങ്ങളിൽ ജനജീവിതത്തിൻ്റെ വിവിധ മണ്ഡലങ്ങളുടെ മാത്രമല്ല സംസ്ഥാനത്തിൻ്റെ ആകെ പുരോഗതികൾ നല്ല നിലയിൽ ചർച്ചയ്ക്ക് വിധേയമാകുകയുണ്ടായി. പ്രശ്നങ്ങൾ ഉന്നയിക്കുകയും അതുപോലെ തന്നെ നാടിൻ്റെ പ്രതീക്ഷകൾ പങ്കുവെക്കുകയും എല്ലാം ചെയ്യുന്ന അവസ്ഥയുണ്ടായി. അതുപോലെ തന്നെ ഇവിടെ കാണാൻ കഴിഞ്ഞത് അവസാനം മാധ്യമങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ചാണെങ്കിൽ ഈ 36 ദിവസത്തെ പര്യടനത്തിനിടയിൽ 6,21,270 പരാതികളും അതുപോലെ തന്നെ അനേകം നിർദ്ദേശങ്ങളുമെല്ലാം സർക്കാരിൻ്റെ മുമ്പിൽ സമർപ്പിക്കപ്പെട്ടിരിക്കുകയാണ്. സാധാരണ ജനങ്ങൾ ആവലാതി ബോധിപ്പിക്കാനുള്ള മികച്ച അവസരമായിട്ട് കൂടി ഈ നവകേരള സദസ്സിനെ പ്രയോജനപ്പെടുത്തി എന്നുള്ളതാണ് വസ്തുത. അങ്ങനെ ഓരോ മണ്ഡലം, അസംബ്ലി മണ്ഡലങ്ങൾ പിന്നിടുമ്പോഴും യഥാർത്ഥത്തിൽ ഓരോ മണ്ഡലത്തിലെയും നവകേരള സദസ്സ് ജനസമുദ്രമായി മാറിക്കൊണ്ടേയിരുന്നു. അത് UDF BJP കൂട്ടുകെട്ടിനെ, ഇടതുപക്ഷ വിരുദ്ധ രാഷ്ട്രീയ കൂട്ടുകെട്ടിനെ കുറച്ചൊന്നുമല്ല പരിഭ്രാന്തരാക്കിയിരിക്കുന്നത്. പ്രാകൃതമായ രീതികൾ അവലംബിച്ചുകൊണ്ട് ക്രമസമാധാന പ്രശ്നമുണ്ടാക്കി ഈ നവകേരള സദസ്സ് കലക്കാനായിരുന്നു UDF മുൻകൈയെടുത്ത്, പ്രത്യേകിച്ച് കോൺഗ്രസ് മുൻകൈയെടുത്ത് നടത്തിയിട്ടുള്ള ശ്രമങ്ങൾ. കൃത്രിമമായ തിരിച്ചറിയൽ കാർഡുകളൊക്കെ ഉണ്ടാക്കി എന്നിട്ട് സ്ഥാനം പിടിച്ച് ഇപ്പോൾ ചില പദവികളിലൊക്കെ, സംഘടനാ പദവികളിലൊക്കെ കയറിക്കൂടിയിട്ടുള്ള യൂത്ത് കോൺഗ്രസിൻ്റെ നേതാക്കളുടെയൊക്കെ തെറ്റായ വ്യാജ സമരമുറകൾ അങ്ങേയറ്റം പരിഹാസ്യമായിത്തീരുന്ന നിലയാണ് കേരളത്തിലുണ്ടായത്. മഷിക്കുപ്പികളും ഗോലികളും മറ്റുമാണ് ഈ സമരത്തിന് ഉപയോഗിച്ചത് എന്ന് നമുക്ക് ഇപ്പോൾ പകൽ പോലെ വ്യക്തമാകുന്ന നിലയുണ്ടായി. പ്രായവ്യത്യാസമൊന്നുമില്ലാതെ സ്ത്രീ പുരുഷന്മാർ തൊഴിലെടുക്കാൻ ഇഷ്ടപ്പെടുന്ന ഒന്നാമത്തെ സംസ്ഥാനമാണ് കേരളമെന്ന ഇന്ത്യ സ്കിൽസ് റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിരിക്കുകയാണ്. ആ പുറത്തു വന്നത് ഈ നവകേരള സദസ്സിൻ്റെ പര്യടനത്തിനിടയിലാണ് എന്നുള്ളതൊരു പ്രത്യേകതയാണ്. 2023 ഡിസംബർ അവസാനത്തിൽ PSC നിയമന ശുപാർശകളുടെ എണ്ണം ഈ വർഷം 32,000 കടക്കും എന്നുള്ളതാണ് ഇപ്പോൾ വസ്തുതകൾ പരിശോധിച്ചാൽ നമുക്ക് കാണാനാകുന്നത്. റാങ്ക് പട്ടികകളുടെ എണ്ണത്തിലും റെക്കോർഡ് മുന്നേറ്റമാണ്, വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. ആരോഗ്യവകുപ്പിൽ 3 മാസത്തിനുള്ളിൽ 1035 പേർക്ക് നിയമനം നൽകിയതായി മാധ്യമങ്ങളിലൂടെ നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. മെഡിക്കൽ വിദ്യാഭ്യാസ വകുപ്പിൽ 605 തസ്തികകൾ പുതുതായി സൃഷ്ടിച്ചു. കേരളത്തെ അതിദാരിദ്ര്യമുക്തമാക്കാനുള്ള പദ്ധതികൾ മുന്നോട്ട് പോയി. അങ്ങനെ അതിനായി പ്രഖ്യാപിച്ച പദ്ധതിക്ക് 50 കോടി രൂപ ഇതിനകം അനുവദിച്ചതായി ഗവൺമെൻറ് തന്നെ വ്യക്തമാക്കി. വരുന്ന ഈ 2024 നവംബർ 1 90% കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് മോചിപ്പിക്കാനാകും എന്നുള്ളതാണ് ഇപ്പോഴത്തെ പ്രതീക്ഷ. 2025 കേരളപ്പിറവി ദിനത്തോടെ അതിദാരിദ്ര്യം പൂർണ്ണമായി തുടച്ചു നീക്കിയ സംസ്ഥാനമായി കേരളം മാറും എന്നുള്ളത് അഭിമാനകരമായൊരു സാഹചര്യമാണ്. അംഗനവാടി ആശാ വർക്കർമാർ, ജീവനക്കാർ, അവരുടെയൊക്കെ ശമ്പളം കൂട്ടിയത് വലിയ കാര്യമാണ്. അത് ഏതാണ്ട് ഒരു 3,00,000 പേർക്ക് പ്രയോജനപ്പെടും എന്നുള്ളതാണ് ഇപ്പോഴുള്ള വസ്തുത. പച്ചത്തേങ്ങ സംഭരണത്തിന് 12.5 കോടി, അതിന് സബ്സിഡി ഇനത്തിൽ നൽകുന്നതിന് 12.5 കോടിയും
അതുപോലെ നെല്ല് സംഭരണത്തിന് 200 കോടിയും എല്ലാം ഇതിനിടയിലാണ് അനുവദിച്ചത്. ചുരുക്കത്തിൽ ഈ ആശ്രയമില്ലാതെ ആളുകളെ അശരണരെ കൈപിടിച്ചുയർത്തിയ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെൻറ് നേതൃത്വം നൽകിയ നവകേരള സദസ്സ് അക്ഷരാർത്ഥത്തിൽ ജനഹൃദയങ്ങൾ കീഴടക്കി എന്നതിൻ്റെ തെളിവാണ് ഈ ഉയർന്നു വന്നിട്ടുള്ള അസഹിഷ്ണുതകൾ, ചിലരുടെ അസഹിഷ്ണുതകൾ എന്ന് നമുക്ക് കാണാനാകും. അത്തരത്തിലുള്ള അസഹിഷ്ണുതകളും അതിനെ തുടർന്നുള്ള ചില കോപ്രായങ്ങളും എല്ലാം പൂർണ്ണമായി അവഗണിച്ചുകൊണ്ട് പുതുകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള നവകേരള സൃഷ്ടിക്ക് വേണ്ടിയുള്ള ലക്ഷ്യത്തിലേക്ക് ജനലക്ഷങ്ങൾ ഒറ്റക്കെട്ടാണ്, ഗവൺമെൻറ്റിൻ്റെ പിന്നിൽ ഒറ്റക്കെട്ടായി അണിനിരക്കും എന്ന് വ്യക്തമാക്കുന്നതായിരുന്നു നവകേരള സദസ്സിൻ്റെ ഓരോ പരിപാടിയുടെയും വിജയവും അവിടുത്തെ ജനപങ്കാളിത്തവും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ബാബരി മസ്ജിദ് തകർത്ത സ്ഥലത്ത് പണിതുയർത്തിയിട്ടുള്ള രാമക്ഷേത്രത്തിൻ്റെ പ്രതിഷ്ഠാദിന ചടങ്ങിൽ പങ്കെടുക്കുന്നതിനുള്ള കോൺഗ്രസ് തീരുമാനം, അതിൽ ഒരു അസ്വാഭാവികമായി ഒന്നും നമുക്ക് കണ്ടെത്താനാവില്ല. കാരണം ചരിത്രത്തെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്ന, ചരിത്രമറിയാവുന്ന എല്ലാവർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമുണ്ട്. ബാബരി മസ്ജിദ് തർക്കപ്രശ്നമാക്കുന്നതിലും അതുപോലെ അതൊരു ഘട്ടത്തിൽ വർഷങ്ങൾക്ക് മുമ്പ് അത് പൂട്ടിയിടുന്നതിലും പിന്നീടത് തുറന്നു കൊടുക്കുന്നതിലും അതുപോലെ തന്നെ അവിടെ RSSകാർക്ക് പള്ളി നിൽക്കുന്നിടത്ത് ശിലാന്യാസം നടത്തുന്നതിലും ഏറ്റവും അവസാനം 1992 അത് തകർക്കുന്നതിലും അതിനെല്ലാം എല്ലാവിധത്തിലുള്ള സഹായവും ഈ ചരിത്ര കാലഘട്ടത്തിൽ RSSകാർക്ക് സംഘപരിവാറിന് ചെയ്തു കൊടുത്തത് കോൺഗ്രസ് ഗവൺമെൻറ്റുകളായിരുന്നു. ഇപ്പോൾ ഹിന്ദുത്വ ശക്തികൾ, സംഘപരിവാർ ശക്തികൾ രാജ്യത്തിൻ്റെ ദേശീയ അധികാരം കൈയടക്കിയിരിക്കുകയും അത് ഏതാണ്ട് RSS രൂപീകരിച്ച് ഒരു 100 വർഷം തികയുമ്പോഴേക്ക് 2025 ആകുമ്പോഴേക്ക് ഇന്ത്യയെ ഒരു മതരാഷ്ട്രമായിട്ട് മാറ്റാനുള്ള നീക്കങ്ങൾ നടത്തുകയും ചെയ്യുകയാണ്. അതിനുള്ള ശ്രമങ്ങളാണ് സംഘടിതമായി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അധികാരം ദുരുപയോഗപ്പെടുത്തിക്കൊണ്ട് ഇപ്പോൾ നടത്തി വരുന്നത്. അതിൻ്റെ ഭാഗമാണ് രാമക്ഷേത്ര പ്രതിഷ്ഠാൻ ദിനം ദേശീയ പാർട്ടികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടത്തുന്നതിനുള്ള അവരുടെ പ്രഖ്യാപനം. ഇത് ഇത്തരമൊരു ഉദ്ദേശത്തോടു കൂടിയാണെന്ന തിരിച്ചറിവ്, ഒരു ദുഷ്ടബുദ്ധിയോടുകൂടിയാണ് ഇത്തരം നീക്കങ്ങൾ നടത്തുന്നത്, എല്ലാവരെയും ക്ഷണിച്ച് നടത്താൻ ഉള്ള അവരുടെ ശ്രമം, അല്ലെങ്കിൽ അത്തരമൊരു പരിപാടി തയ്യാറാക്കിയിരിക്കുന്നത് എന്ന തിരിച്ചറിവ് രാജ്യത്തെ മതനിരപേക്ഷ ജനാധിപത്യ ശക്തികൾക്കെല്ലാം ഉണ്ടാവേണ്ട കാര്യമാണ്. പക്ഷേ രാജ്യത്തെ പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഹിന്ദുത്വത്തിൻ്റെ അജണ്ടയിൽ കളിച്ച് BJPയെ സഹായിക്കുന്ന നിലപാടാണ് സ്വീകരിക്കുന്നത്. കോൺഗ്രസ് BJPയിൽ നിന്നും വ്യത്യസ്തമായി വർഗീയതയുടെ കാര്യത്തിൽ എന്ത് നിലപാടാണ് ഉള്ളതെന്ന ചോദ്യം ശക്തമായി ഉയർത്തേണ്ട ബാധ്യത നാട്ടിലെ മുഴുവൻ മതനിരപേക്ഷ ശക്തികൾക്കുമുണ്ട്. ഇത്തരമൊരു പരിപാടിയിൽ ഈ ബാബരി മസ്ജിദ് തകർത്തെടുത്ത് ക്ഷേത്രം പണിതെടുത്ത് അതിൻ്റെ പ്രതിഷ്ഠാകർമ്മത്തിൽ ഞങ്ങൾ പങ്കെടുക്കും എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഇത് വളരെ ഗൗരവതരമായ പര്യാലോചനക്ക് നാട് വിധേയമാക്കേണ്ട കാര്യമാണ്. കോൺഗ്രസും BJPയും തമ്മിലുള്ള അകലം കുറഞ്ഞു വരുന്നു എന്നുള്ളതാണ് ഇതിലൂടെ നമുക്ക് മനസ്സിലാക്കാനാവുന്നത്. മതനിരപേക്ഷ ഇന്ത്യയെ കാത്തു സംരക്ഷിക്കാനും നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെല്ലാം പരിരക്ഷിക്കാനുമുള്ള ബാധ്യതയിൽ നിന്ന് ഒഴിഞ്ഞു മാറി BJPയെ സഹായിക്കുന്ന നിലപാട് സ്വീകരിച്ചുകൊണ്ടാണ് മുഖ്യ പ്രതിപക്ഷ പാർട്ടിയായ കോൺഗ്രസ് ഈ RSS അജണ്ടയോടൊപ്പം ചേർന്ന് രാമക്ഷേത്ര പ്രതിഷ്ഠാൻ പരിപാടിയിൽ പങ്കെടുക്കാനെടുത്ത നിലപാട് എന്നുള്ളത് നാം കാണേണ്ടതുണ്ട്. കോൺഗ്രസ് ഇത് നല്ല നിലയിൽ ആത്മപരിശോധനയ്ക്ക് വിധേയമാക്കണം. രാജ്യത്തെ മതനിരപേക്ഷ മനസ്സുള്ള എല്ലാവരും കോൺഗ്രസിൻ്റെ ഈ നിലപാട് ഗൗരവമായ വിലയിരുത്തലിന് വിധേയമാക്കണം. കോൺഗ്രസ് ഇത്തരമൊരു നിലപാട് തിരുത്തി മതനിരപേക്ഷ ശക്തികളോടൊപ്പം അണിനിരക്കുന്നതിന് ആത്മാർത്ഥമായി സത്യസന്ധമായി അത്തരമൊരു നിലപാട് സ്വീകരിച്ച് BJPക്കെതിരായി മതനിരപേക്ഷ ശക്തികളെയാകെ യോജിപ്പിച്ചണിനിരത്തുന്നതിൽ അവരിൽ നിന്ന് നാട് പ്രതീക്ഷിക്കുന്ന ചുമതല നിറവേറ്റാൻ അവർ സന്നദ്ധമാവേണ്ടതുണ്ട്. അതിനായി ജനങ്ങളുടെ അതിശക്തമായ സമ്മർദ്ദം ഉയർന്നു വരേണ്ടതുണ്ട് എന്നുകൂടി ഈ ഘട്ടത്തിൽ ചൂണ്ടിക്കാണിക്കാൻ ആഗ്രഹിക്കുന്നു.